ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തന്റെ പേര് ആരാണ് പറഞ്ഞതെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ പറഞ്ഞവരോട് തന്നെ കാര്യങ്ങൾ പോയി ചോദിക്കണം. എവിടെ നിന്നാണ് ഇത്തരം വാർത്തകൾ വരുന്നതെന്ന് അറിയില്ലെന്നും ഷൈൻ. ഈ ആലപ്പുഴയിൽ എന്താ ഷൈൻ്റെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്? ഷൈൻജി എവിടെന്നാ കേട്ട്? അത് എക്സൈസും ഒപ്പം തന്നെ മാധ്യമങ്ങളാണ് ഇത് പറയുന്നത്. അപ്പൊ പിന്നെ അവരോട് പോയി ചോദിച്ചല്ലേ ശരിയാവും. എന്തെങ്കിലും ഒരു പങ്കുണ്ടോ ഷൈൻജി? ഇത്രമാരും ആരോപണമൊക്കെ ഉയർന്നു വരാൻ നേരത്തെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? അല്ലെങ്കിൽ ഇത് വെറുതെ പറഞ്ഞില്ല? ഞാനല്ലല്ലോ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, ആരാ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങള് അവരോട് പോയി ചോദിക്കുക. എക്സൈസ് ആവശ്യപ്പെട്ട ഷൈൻ കൂടെ പോകുമോ? അത് നിങ്ങളായും കൂടെ പോകില്ലേ ആവശ്യപ്പെട്ട? ഈ ആലപ്പുഴയിൽ എന്താ ഷൈൻ്റെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്? ഷൈൻജി എവിടെന്നാ കേട്ട്? അത് എക്സൈസും ഒപ്പം തന്നെ മാധ്യമങ്ങളാണ് ഇത് പറയുന്നത്. അപ്പൊ പിന്നെ അവരോട് പോയി ചോദിച്ചല്ലേ ശരിയാവും. എന്തെങ്കിലും ഒരു പങ്കുണ്ടോ ഷൈൻജി? ഇത്രമാരും ആരോപണമൊക്കെ ഉയർന്നു വരാൻ നേരത്തെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? അല്ലെങ്കിൽ ഇത് വെറുതെ പറഞ്ഞില്ല? ഞാനല്ലല്ലോ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, ആരാ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങള് അവരോട് പോയി ചോദിക്കുക. എക്സൈസ് ആവശ്യപ്പെട്ട ഷൈൻ കൂടെ പോകുമോ? അത് നിങ്ങളായും കൂടെ പോകില്ലേ ആവശ്യപ്പെട്ട? സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഷൈൻ ടോം ചാക്കോ വല്ല സിനിമയ്ക്കും വേഗം ഓടിപ്പോകുമ്പോഴാണോ ഈ പോയി ബൈറ്റ് എടുത്തിരിക്കുന്നത്? അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം പറയുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സഹിൻ? ലക്ഷ്മി, ഇന്ന് ബസൂക്ക എന്ന് പറയുന്ന ചിത്രം റിലീസാകിയായിരുന്നു. ആ ചിത്രത്തിലേക്ക് അദ്ദേഹം ചിത്രം കാണുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് അവിചാരിതമായി നമ്മുടെ മുന്നിലെത്തുന്നത്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു. ആലപ്പുഴ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈൻ ടോം ചാക്കോയുടെയും ഒപ്പം തന്നെ ശ്രീനാഥ് ബാസിയുടെയും പേരുകളായിരുന്നു പ്രതികൾ എക്സൈസ് സംഘത്തിന് മുന്നിൽ പറഞ്ഞിരുന്നത്. ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഷൈൻ ടോം ചാക്കോക്കുണ്ടോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം എന്തായാലും ഇത് ആരാണ് പറയുന്നത്, എൻ്റെ പേര് എവിടെയാണ് നിങ്ങൾ കേട്ടത് എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു ചോദിച്ചത്. ഇതിൽ മാധ്യമങ്ങളും എക്സൈസുമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഷൈൻ പറയുന്ന മറുപടിയും അത് തന്നെയാണ്. എന്നാൽ നിങ്ങൾ അവരോട് ചോദിക്കൂ, അവരോടല്ലേ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. പിന്നീട് ഷൈൻ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇതിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷൈൻ ആവർത്തിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് തൻ്റെ പേര് ആരാണ് പറയുന്നത്, എങ്ങനെയാണ് ഈ പേര് ഉയർന്നു വരുന്നത് തനിക്കറിയില്ല എന്നുള്ളതാണ് ഷൈൻ പറയുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ പേര് നേരത്തെ തന്നെ ആലപ്പുഴയും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസിന് മുൻപിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വാർത്തകളായിരുന്നു ആലപ്പുഴയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു ഷൈനോട് ആവർത്തിച്ച് കാര്യങ്ങൾ ചോദിച്ചത്. അതിന് മറുപടി ഷൈൻ ഇങ്ങനെയാണ് നൽകിയത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.